ഇപ്പോഴിതാ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്നെ അഭിനന്ദിച്ചു. ഭീകരവാദികളുമായിട്ടുള്ള ചർച്ചയ്ക്ക് പോയപ്പോൾ തന്നെ അഭിനന്ദിച്ചു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യ തലയ്ക്ക് നോട്ടമിട്ട ഭീകരനായിട്ടുള്ള യാസിൻ മാലിക്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് യാസിൻ മാലിക് ഇപ്പോൾ ജയിലിലാണ്. വലിയ ഭീകരപ്രവർത്തനം നടത്തിയ ഇയാൾ ജയിലിലാണ്. എന്നാൽ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഇയാൾ എവിടെയായിരുന്നു? ഇയാളെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എടുത്തു മടിയിലെത്തിയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ യാസിൻ മാലിക് തന്നെ പറയുന്നത്, തീവ്രവാദികളുമായി ചർച്ച ചെയ്യാനായി ഞാൻ പോയിരുന്നു. 2006 പാകിസ്ഥാനിൽ വെച്ച് ലഷ്കർ ഇ തോയ്ബ സ്ഥാപകനും ഭീകരനുമായിട്ടുള്ള ഹാഫിസ് സെയ്ദിനെ സന്ദർശിച്ചതിന് ശേഷം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹം തന്നോട് നേരിട്ട് നന്ദി പറഞ്ഞുവെന്നും പോരാത്തതിന് ഭീകരവാദത്തിന് ധനസഹായം നൽകിയ കേസിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന ജമ്മു കശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ഭീകരൻ യാസിൻ മാലിക് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 25 ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ 2006 കൂടിക്കാഴ്ച തൻ്റെ സ്വതന്ത്ര സംരംഭമല്ലെന്നും അത് താൻ തനിയെ വിചാരിച്ചതല്ലെന്നും പാകിസ്ഥാനുമായിട്ടുള്ള ചർച്ച സമാധാന പ്രക്രിയയുടെ ഭാഗമായി മുതിർന്ന ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ അഭ്യർത്ഥന മാനിച്ചാണെന്നും ഇപ്പോൾ മാലിക് അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ആരോപിക്കപ്പെടുന്ന പങ്ക് അത് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടാണ്. അതായത് പാകിസ്ഥാനുമായിട്ടൊരു ചർച്ചയ്ക്ക് ഇൻ്റലിജൻസ് ബ്യൂറോ തയ്യാറാകണം, അതിന് യാസിൻ മാലികിനെ ദൂതനായിട്ട് അയക്കണം എന്നുള്ളതായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ നിലപാടെന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2005 കശ്മീരിലുണ്ടായ വിനാശകരമായിട്ടുള്ളൊരു ഭൂകമ്പം, അതിനെ തുടർന്ന് പാകിസ്ഥാൻ സന്ദർശിക്കുന്നതിന് മുമ്പ് അന്നത്തെ ഇൻ്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടർ VK ജോഷി ഡൽഹിയിൽ വെച്ച് മാലിക്കിനെ കണ്ടിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നു. പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വവുമായി മാത്രമല്ല സയ്യിദ് ഉൾപ്പെടെയുള്ള തീവ്രവാദ വ്യക്തികളുമായി ഇടപഴകാനും അന്നത്തെ പ്രധാനമന്ത്രി സിംഗിൻ്റെ സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കാനും അവസരം ഉപയോഗിക്കണമെന്ന് ജോഷി മാലിക്കിനോട് അഭ്യർത്ഥിച്ചതായിട്ടുമാണ് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത്. തീവ്രവാദ നേതാക്കളെ കൂടി സംഭാഷണത്തിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള സംഭാഷണം അർത്ഥവത്തല്ലെന്ന് തന്നോട് വ്യക്തമായി പറഞ്ഞതായി മാലിക് അവകാശപ്പെട്ടു. ഈ അഭ്യർത്ഥന മാനിച്ചാണ് പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ സയ്യിദിനെയും യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിൻ്റെ മറ്റ് നേതാക്കളെയും കാണാൻ താൻ സമ്മതിച്ചതായി ഇപ്പോൾ യാസിൻ മാലിക് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.